നിങ്ങൾ മദർ സീക്രട്ടിലെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ ഒരു ചാപ്റ്ററിലുള്ള വേറൊരു ക്യാരക്ടർ സ്കെച്ച് ആണ്. വേറെ ആരുമല്ല, ആ ഒരു ചാപ്റ്ററിനെ നയിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ മദർ സീകളും പോട്ടെ, യങ് സീകളുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് ഇനിയും നമുക്ക് പഠിക്കാനുള്ളത്. ആ ഒരു ചാപ്റ്ററിലെ മറ്റൊരു മെയിൻ കഥാപാത്രം, മറ്റൊരു മെയിൻ ക്യാരക്ടർ ആണ് നമ്മുടെ യങ് സീകൾ എന്ന് പറയുന്നത്. അപ്പം ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് ആ ഒരു യങ് സീകളുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ മദർ സീകളുടെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിട്ടാണ് ഈ ഒരു യങ് സീകളുടെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് വളരെയധികം സിമ്പിൾ ആയിരിക്കും എന്ന് ഞാൻ പറയും. അപ്പം മദർ സീകൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ചാനലിൽ തന്നെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. തൊട്ട് മുമ്പത്തെ വീഡിയോ എന്ന് പറയുന്നത് മദർ സീകളുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. അപ്പം അത് പഠിച്ചിട്ട് ഇങ്ങോട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ വരുന്നതായിരിക്കും. +1കാർക്ക് മാത്രമല്ല, SSLC-കാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സസ്. അപ്പം നിങ്ങളുടെ +1 പഠിക്കുന്ന കൂട്ടുകാർക്ക്, അതുപോലെ SSLC പഠിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും അറിയാമെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടെ യൂസ്ഫുൾ ആവട്ടെ. സോ വേറെ ഒന്നും പറയുന്നത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ക്യാരക്ടർ സ്കെച്ച് ആണ് ഇത് മാത്രമല്ല, നിങ്ങൾ ഇതിന്റെ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എഴുതുക. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് A+ പോയിന്റ്സ് ആണ്. ഇതും നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഒരു ഇംപ്രഷൻ കിട്ടും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അത് മാത്രം എഴുതി വെക്കരുത്, അത് കുറച്ച് A+ പോയിന്റ്സ് ആണ്. അതും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇംപ്രഷൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ സെന്റൻസ് എഴുതി വെക്കുക. അപ്പം ഫസ്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു ക്യാരക്ടർ ഏതാണെന്നും അതുപോലെ തന്നെ ആ ഒരു ഓതറിന്റെ പേരും ആ ചാപ്റ്റർ ഏതാണെന്നും മെൻഷൻ ചെയ്യുക. അതാണ് വേണ്ടത്. ഓക്കെ, നോക്കുക. ദ ക്യാരക്ടർ യങ് സീഗിൾ ഈസ് അപ്പിയർഡ് ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാമോ ഫ്ലഹേർട്ടി എഴുതിയ നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ ഒരു മെയിൻ ക്യാരക്ടർ ആണ് നമ്മുടെ യങ് സീഗിൾ. അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് സെന്റൻസ് വരേണ്ടത്. ഹി ഈസ് എ സീഗിൾ ഹു വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സീഗിൾ ആണ്. ഹു വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. ആ ഒരു സീഗിളിന് പറക്കാൻ പേടിയായിരുന്നു. ഹി തോട്ട് ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം ടു ഫ്ലൈ. അപ്പം അവൻ വിചാരിച്ചത് അവന്റെ ആ ഒരു വിങ്സ്, അവന്റെ ചിറക് പറക്കാൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ല, പറക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരു ചിറകാണ് അവന് കിട്ടിയതെന്നായിരുന്നു അവൻ വിചാരിച്ചത്. ഓക്കെ, ഹി വാസ് അലോൺ ഓൺ ദ ലെഡ്ജ്. ആ ഒരു ലെഡ്ജിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു. അവന്റെ കൂടെയുള്ളവർ, ഹി സിബ്ലിങ്സ് ആൻഡ് പേരൻസ് ഫ്ലൂ ടു ദ അതർ സൈഡ്. അവന്റെ കൂടെയുള്ളവരെല്ലാം മറ്റൊരു സൈഡിലേക്ക് പറന്നു പോയി. ഇവന് പറക്കാൻ പറ്റുന്നുമില്ല. ഓക്കെ, യങ് സീഗിൾ വാസ് സ്റ്റാർവിംഗ് ഫോർ എ ലോങ് ടൈം. ഹിസ് പേരൻസ്, എസ്പെഷ്യലി മദർ, ട്രൈഡ് ടു മോട്ടിവേറ്റ് ഹിം ആൻഡ് ഗേവ് കോൺഫിഡൻസ് ടു ഫ്ലൈ. ഹിസ് പേരൻസ്, അപ്പം അവന്റെ മാതാപിതാക്കൾ, എസ്പെഷ്യലി ഹിസ് മദർ, അവന്റെ അമ്മ, ട്രൈ ടു മോട്ടിവേറ്റ് ഹിം ആൻഡ് ഗേവ് കോൺഫിഡൻസ് ടു ഫ്ലൈ. ഇവിടാണ് ഞാൻ പറഞ്ഞത്, മദർ സീകൾ പഠിച്ചിട്ട് വരുവാണെങ്കിൽ യങ് സീകൾ ഈസി ആയിട്ട് എഴുതാം. കാരണം മദർ സീകളിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇപ്പുറത്ത് ഇനിയും നമ്മൾ എഴുതാൻ പോകുന്നത്. ഹിസ് മദർ അപ്രോച്ച്ഡ് വിത്ത് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് ഹാർട്ടഡ് ഇൻ ദ എയർ. Maddened by hunger, the young seagull dived for the fish that helped him to make his first flight. ഓക്കെ, അത് ആ ഒരു കഥയാണ്. നിങ്ങൾക്ക് ആ ഒരു കഥ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതി വെക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ലാസ്റ്റ് സെന്റൻസ്, ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഒരു വളരെയധികം ഇംപ്രഷൻ തോന്നിക്കുന്ന ഒരു സെന്റൻസ് ആണ്. എ ജേർണി ഓഫ് 1000 miles ബിഗിൻസ് വിത്ത് എ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഇത് നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്. എ ജേർണി ഓഫ് 1000 miles ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഓക്കെ, വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഇത്. നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇത് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഓക്കെ, ഇത് എഴുതി വെച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ ഇംപ്രഷൻ കിട്ടും. ആ ഒരു നോക്കുന്ന ടീച്ചറിന് കുറച്ചുകൂടെ കൂടുതൽ ഇംപ്രഷൻ കിട്ടും. നമ്മൾ ഇംപ്രഷൻ വെക്കാനാണ് നോക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇംപ്രഷൻ വെക്കാൻ വേണ്ടി ഇതുപോലുള്ള കുറച്ച് സെന്റൻസ് ഒക്കെ ഇടുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതുപോലെ സ്വന്തമായിട്ടും കുറച്ച് സെന്റൻസ് ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തി ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.